നിങ്ങൾ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാറ്റി നിർത്തിക്കൊണ്ട് അവന്റെ പടപ്പുകളോട് പ്രാർത്ഥിക്കുന്നത്, പടപ്പുകളോട് സഹായം തേടുന്നത്? പലപ്പോഴും നമ്മൾ ചോദിക്കുമ്പോൾ അവർ ചില ന്യായങ്ങളൊക്കെ പറയാറുണ്ട്. ചില ന്യായങ്ങളൊക്കെ ഇവിടെയുള്ള ചില മുസ്ലിയാക്കന്മാർ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഇത്തരത്തിലുള്ള ഖബറിലൊക്കെ പോകുന്നത്, അവരോട് നമ്മൾ പ്രാർത്ഥിക്കുകയും സഹായം തേടുകയൊക്കെ ചെയ്യുന്നത് അവരെങ്ങനെ ഇലാഹാണെന്നുള്ള ചിന്തയിലോ വിശ്വാസത്തിലോ ഒന്നുമല്ല, മറിച്ച് അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാനുള്ള അത്രയൊന്നും കഴിവൊന്നും നമുക്കില്ല. നമ്മളൊക്കെ പാപികളാണ്. നമുക്ക് വേണ്ടത്ര അടുപ്പം അള്ളാഹിനോട് സിദ്ധിക്കാൻ സാധിച്ചിട്ടില്ല. ഈ ഖബറിൽ കിടക്കുന്ന ഔലിയാകട്ടെ, ഈ ഖബറിൽ കിടക്കുന്ന സാഹിദായ സാലിഹായ മനുഷ്യനാകട്ടെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവരോട് ഞങ്ങൾ ചോദിച്ചാൽ അവർ അള്ളാഹുവിനോട് പറയും, അങ്ങനെ കാര്യങ്ങൾ എളുപ്പമാകുമെന്നാണ്. അതല്ലെങ്കിൽ ചിലർ പറയുന്നത് പോലെ ഈ പറയുന്ന ആളുകൾ നാളെ ഞങ്ങൾക്ക് ശുപാർശകരായി അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ഷഫീആയി ശുപാർശകരായി ഉണ്ടാകും, അതുകൊണ്ട് ആ ശുപാർശ കിട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ ആ ഖബറിങ്കൽ പോയി ചില കാര്യങ്ങൾ ചോദിക്കുകയാണെന്നാണ്. സഹോദരങ്ങളെ, സാധുക്കളായ ആളുകൾ, ഖുർആനിൽ നിന്നും ബഹുദൂരം അകന്നു കഴിയുന്ന ആളുകൾക്ക് പലപ്പോഴും ഇത് തന്നെയാണ് ആദ്യകാല മുശ്രിക്കുകൾക്കുണ്ടായിരുന്ന ശിർക്ക് എന്നുള്ള കാര്യം പോലും പലപ്പോഴും അവർ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളത് എത്ര ഖേദകരമായ അവസ്ഥയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി മക്കയിലെ മുശ്രിക്കുകൾക്ക് ശിർക്ക് സംഭവിച്ച കാര്യം ഖുർആനിൽ അറിയിച്ചു തന്നിട്ടില്ലേ? നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, അറിയുക അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് നിഷ്കളങ്കമായ മതം നിങ്ങൾ സമർപ്പിക്കേണ്ടത്. വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അല്ലാഹുവിന് പുറമെ, നിങ്ങൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കണം, അല്ലാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചവർ. റബ്ബ് സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച പദം നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചവർ. അവർ പറയുന്നത്, മാ നഅബുദുഹും, ഞങ്ങൾ ആ ഔലിയാക്കളെ ഇബാദത്ത് ചെയ്യുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, ഈ ആളുകൾ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് അടുപ്പമുണ്ടാക്കി തരാൻ വേണ്ടിയല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്ന കാര്യം നോക്കൂ. അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിക്കുന്നത് അവർ അള്ളാഹുവിനെ പോലെയുള്ള ഒരു ഇലാഹാണെന്ന വിശ്വാസത്തിലല്ല. കാരണം അവർ പറയുന്നത് തന്നെ ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹ് എന്നാണ്. അള്ളാഹിന്റെ അടുക്കൽ ഞങ്ങൾക്ക് അടുപ്പം ഉണ്ടാക്കി തരാനാണ്. ഞങ്ങൾ ലാത്തയോട് തേടുന്നത് ലാത്ത ആകാശഭൂമികളെ പടച്ചു എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കില്ല. ലാത്ത ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നുവെന്നോ ലാത്ത ആകാശഭൂമികളെ ഏതെങ്കിലുമൊക്കെ നിലക്ക് സ്വാധീനിക്കുന്നു എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കില്ല. മറിച്ച് മക്കയിലെ മുശ്രിക്കുകളൊക്കെ വിശ്വസിച്ചത് ആകാശഭൂമികളെ പടച്ചതല്ലയാണ്, ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നതല്ലയാണ്, ആകാശഭൂമികളെ പരിപാലിക്കുന്നതല്ലയാണ് അല്ലയാണ്, മഴ പെയ്യിപ്പിക്കുന്നതല്ലയാണ്, മഴയിലൂടെ സസ്യലതാദികളെ മുളപ്പിക്കുന്നതല്ലയാണ്, ഇവയെ വീണ്ടും മരിപ്പിക്കുന്നതല്ലയാണ്. ഇതൊക്കെ മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു.